ഉണർന്നൊന്നിൽ പറന്നു പോയി തെന്നൽ പറന്നും പോയി. ആ ഉണ്ണി, നിനക്ക് ഞാനൊരു പണി വെച്ചിട്ടുണ്ട്. അവൻ എന്ത് പണി കൊടുക്കും? ആ ആ ഉണ്ണിയേ, സത്യേട്ട എന്താ പാമ്പുണ്ടാ? പാമ്പല്ലടാ, എന്റെ 100 ഉറുപ്പ്യ പോയി ഉണ്ണി. 100 റുപ്യ? ആ 100 ഇവിടെ കാട്ടിയില്ലേ, മുകളിൽ തന്നെ ഉണ്ടാവുമല്ലോ. ഇത് കോയിനാണ്, 10ന്റെ കോയിൻ 10 എണ്ണം, പൈറ്റ് വെത്ത് 100. ആ 100 അത് എവിടെയെങ്കിലും പോയിട്ടുണ്ടാവുന്നേ. നിങ്ങൾ ഒരു കാര്യം ഇങ്ങനെ പോയി ചളി വിട്ടില്ല ഇങ്ങോട്ടേക്ക് മൊത്തം പുതുന്ന് കാല്. പൈസ അല്ലേ പൈസ? ഇങ്ങ പോ, ഞാൻ ആ പൈസ ഞാൻ തരും. എന്താണ് വേണ്ട? തരാം. നിങ്ങൾക്ക് പോവാ സത്യേട്ടാ, കൊണ്ടടാ പൈസ. നിങ്ങൾ പോ, നിങ്ങൾ പോയൻ. 100 റുപ്യ പോയിനല്ലേ? ആ 100 ഉറുപ്പ്യ. ആ പോ. റുപ്യ ആരെങ്കിലും മഴക്കാലത്ത് വെറുതെ കളിയോ മണ്ടൻ. ചിരിക്കി നിർത്തണ്ട, നല്ലോണം ചിരിക്കി. ജപ്തി നോട്ടീസ് വീട്ടിൽ വന്ന് കിടക്കുമ്പോഴേ തന്ത ഇങ്ങനെ ചിരിക്കണം. ആ മുണ്ടഴിച്ച് തലയിലും കൂടി കെട്ട്, അപ്പൊ നന്നാവും. നിങ്ങൾ എന്താ ഉദ്ദേശിച്ചേക്കണേ? ഇപ്പൊ ഇറങ്ങാ ഇവിടുന്ന് വാടക വീട്ടിലോട്ട് എല്ലാവർക്കും കൂടി. അപ്പോഴും കാണണേ ചിരിയും കളി. എല്ലാരും വാടകക്കാടി, അല്ലെങ്കിൽ ആർക്ക് എന്താ സ്വന്തമായിട്ടുള്ളത്? നമ്മളൊക്കെ വാടകക്കാരാ. എപ്പോഴോ വന്നു, ഇനി നമ്മൾ എവിടേക്കോ പോകും, അത്രേ ഉള്ളൂ. അയ്യോ, എന്തൊരു നിസാരായിട്ട് കഴിഞ്ഞു. എപ്പോഴോ വന്ന് എപ്പോഴോ പോകും. ഈ പെണ്ണിന് 10-25 വയസ്സായി. ഇന്ന് ഈ നേരം വരെയായിട്ട് ഒരു കോലുമിഠായി അതിന് മേടിച്ചു കൊടുക്കണല്ലോ, ഒരു കോലുമിഠായി. ഇവിടെ കുട്ടികൾ മിഠായി തിന്നാൻ പാടില്ല. മിഠായി തിന്നു കഴിഞ്ഞാൽ കുട്ടികളുടെ പല്ല് പുഴുപ്പല്ലാവും. എന്റെ വാശി അതാണ് അവളുടെ പല്ല്. നോക്ക്, നിങ്ങൾ ഈ കുടുംബം നോക്കിയിട്ടുണ്ടോ മനുഷ്യ? എന്ത് എങ്ങനെ നോക്കി? കണ്ണി കണ്ട ഹാർബറിലൊക്കെ കൊട്ടയും വട്ടിയും ചുമന്നി നാട് നീളെ മീനും വിറ്റോണ്ടാണ് ഞാൻ ഇവിടെ നോക്കിയത്. എന്നിട്ട് ഇപ്പൊ വലിയ അച്ഛനായിട്ട് വന്നേക്കണു. നല്ല ഒന്നാന്തരം കുടുംബത്തിൽ പറഞ്ഞ എന്നെ കണ്ണും മൂക്കും കാണിച്ച് വിളിച്ചോണ്ട് വന്നു കഴിഞ്ഞാ പിന്നെ എന്നെ നോക്കണം, കുടുംബം നീ എന്നെ നോക്കണം. ഞാൻ നോക്കും. അമ്മേ, വെറുതെ വായില് വെള്ളം വറ്റിക്കണ്ട, പറഞ്ഞിട്ട് കാര്യമില്ലെന്ന് അറിയാലോ. നിങ്ങൾ ഈ ലോണിന്റെ കാര്യത്തിൽ എന്താന്നൊരു തീരുമാനം എടുത്തേക്കണേ? ഏത് ലോൺ? ഏത് ലോൺ? എന്നെ കുഴിയിലോട്ട് വെക്കാൻ വേണ്ടി എടുത്തില്ലേ ആ ലോൺ? അതിന് നീ എപ്പോഴാ ലോൺ എടുത്തത്? ഓ അച്ഛാ, എന്തോട്ടാ? അച്ഛൻ നേഴ്സിംഗ് പഠിക്കാൻ വേണ്ടിട്ട് വിദ്യാഭ്യാസ ലോൺ എടുത്തില്ലേ, അത് അടച്ചില്ല, ജപ്തി നോട്ടീസ് വന്നു. അപ്പൊ എന്താ അത് അടയ്ക്കാതിരുന്നതിന്? ഇടി ശമ്പളം കിട്ടുമ്പോ ശമ്പളത്തിൽ നിന്ന് കൊണ്ടുപോയിട്ട് ലോൺ അടക്കണ്ടേ? അമ്മേ, അവക്ക് എത്ര രൂപ ശമ്പളം കിട്ടുന്നുണ്ട്? എത്ര കിട്ടിയാലും എന്താ കിട്ടുന്നതെന്ന് കൊണ്ടുപോയിട്ട് അടക്കണം. നല്ല ഒന്നാന്തരം തന്ത, അങ്ങനെ തന്നെ വേണം. എന്റെ ഈ കാലിന് ആവതുണ്ടായിരുന്നെങ്കിലും ഉണ്ടല്ലോ, ഒരുത്തന്റെ മുമ്പിലും വരൂലായിരുന്നു. എനിക്കറിയായിരുന്നു എങ്ങനെയെങ്കിലും ഇത് ലോൺ അടച്ചു തീർക്കാൻ. അതെങ്ങനെ ദൈവമായിട്ട് കാല് പറഞ്ഞ് ഒടിച്ചു കളഞ്ഞു. നല്ല ദൈവം. ആശുപത്രി ഞാൻ കിടന്നപ്പോ നിങ്ങൾ എവിടെയായിരുന്നു? ഒരു ഗുളിക മേടിച്ചു തരാം, ഒരു ഗുളികയുടെ കാശ് ഇന്ന് അടി പിടിച്ചോന്ന് പറഞ്ഞ് നിങ്ങൾ തന്നോ? അത് ഏത് ഗുളിക? അറിയാൻ പാടില്ല, പോയി അന്വേഷിക്ക്. നിങ്ങൾ ഈ ലോൺ അടയ്ക്കാൻ ഒരു വഴി പറയാൻ. ഒരു ജോലി കൂലിയില്ലാത്ത ഒരാളോട് ലോൺ അടക്കാൻ പറയുന്നത് എവിടുത്തെ മര്യാദയടി? ഇവിടുത്തെ മര്യാദയാണ്. എന്റെ കുട്ടിയുടെ ലോണിന്റെ പൈസ അടക്കാൻ കഴിവില്ലാത്ത ഒരു അച്ഛനാണ് ഞാൻ എന്നുള്ളത് എന്റെ വിഷമം ഞാൻ ആരോട് പറയും? എന്താ നിങ്ങൾ ആലോചിക്കാത്ത? എന്താ എനിക്ക് കുട്ടിയോട് സ്നേഹമില്ലാതാ? നിങ്ങളെ ലോൺ അടയ്ക്കണ്ട, പക്ഷെ ഒരു വാക്ക്. എടി, നമ്മൾ എന്ത് ചെയ്യും? നമ്മൾ എങ്ങോട്ട് പോകും? ഈ ലോൺ എങ്ങനെ അടയ്ക്കും? ഒന്ന് ചോദിക്കാലോ, കൊതി കൊണ്ടാ കേക്കാനൊക്കെ ആയിട്ടേ. അതല്ലേ എടി, നമ്മൾ ഈ ലോൺ എങ്ങനെ അടച്ചു തീർക്കും? അമ്മാമ്മനുണ്ട്, അച്ഛന് കിട്ടിക്കോളും. സമാധാനായി അളിയാ. അതെ, ഇവിടെ ആകെ പ്രശ്നങ്ങളുണ്ട് അളിയാ.
ഇവൾക്ക് എന്തൊക്കെയോ പറയണ്ട്. അതെ ശ്യാമളെ, ഇനി ഒന്നും എന്നോട് പറയണ്ട, ഒക്കെ അളിയനോട് പറഞ്ഞോ. നിങ്ങളെ ആംഗ്ലം പെങ്ങളായി എന്നോട് എന്താ പറയുന്നത്? ഞാൻ കാര്യങ്ങളൊക്കെ അറിഞ്ഞിട്ട് തന്നെ വരണത്. ജപ്തിയായി എന്നുള്ളതല്ലേ, അതല്ലേ പറയാലോ. ആ നന്നായി. ഏട്ടാ ഞാൻ ഇനി എന്ത് ചെയ്യും? എന്ത് ചെയ്യാൻ? ലോൺ അടച്ചോ എടുത്താണല്ലോ. എന്നെ കൊണ്ട് കൂട്ടിയാ കൂടൂല്ല. എടി അപ്പൊ പിന്നെ എന്തിനാ എടുത്തത്? ഞാൻ 100 വട്ടം പറഞ്ഞില്ലേ ഈ പെണ്ണ് നഴ്സിങ്ങിന് വിടണ്ട എന്നുള്ള കാര്യം. അപ്പൊ നീ പറഞ്ഞത് വിട്ടത് നടങ്ങൂന്ന്. അളിയാ, ആ വകുപ്പില് ചെലവാക്കാൻ 5 നയ പൈസ എന്റെ ഇത് കിട്ടില്ല. ഓ, അല്ലെങ്കിൽ എല്ലാ വകുപ്പിലും നിന്റെ കിട്ടുന്നതാ. നിനക്കറിയാവുന്നല്ലടി. അല്ല, നിന്നെ പറഞ്ഞിട്ടെന്താ കാര്യം? നാട്ടുകാർക്ക് മുഴുവൻ അറിയാം ഈ സ്ഥിതിയിലാന്നുള്ളത്. ഇവൾക്ക് മാത്രം അറിയില്ല. ഇതിപ്പോ എല്ലാരും കൂടി എന്നെ കുറ്റപ്പെടുത്തിയിട്ട് എന്താ കാര്യം? ഇവിടെ ഒറ്റക്കാലിൽ നിൽക്കാൻ നിനക്ക് നേഴ്സ് ആവണം. ഇപ്പൊ എന്തായി? നമുക്ക് രോഗികളെ ശുശ്രൂഷിക്കണം. പിന്നെ എന്താ സാധനം കിട്ടുമെന്ന് പറഞ്ഞല്ലോ നിനക്ക്. എന്താടിയത്? സംതൃപ്തി, ആത്മസംതൃപ്തി. എന്നിട്ട് കിട്ടിയോ അവൾക്ക് ആത്മസംതൃപ്തി? പിന്നെ അവള് കൊട്ടക്കണക്കിന് കൊണ്ടുവരല്ലേ തൃപ്തി എന്നും. രാവിലെ ഉടുത്തൊരുങ്ങി ഇവിടുന്ന് പോണവളാ. അവിടെ ചെന്ന് നമുക്ക് രോഗികളെ നോക്കലല്ലോ ആദ്യത്തെ പണി. അവിടെ കടിച്ചു വാരണം, ഡോക്ടറുടെ മേശ തുറക്കണം, ചുക്കില് തുറക്കണം. ഇത് കഴിയുമ്പോ രോഗികളുടെ പിറകെ ഓടണം. അവർക്ക് മരുന്ന് കൊടുത്തില്ല, ട്രിപ്പ് ഇട്ടില്ല എന്ന് പറഞ്ഞ് ഡോക്ടറുടെയും മാനേജറുടെയും ചീത്ത അത് കേൾക്കണം. രോഗികളുടെ ചീത്ത പുറകെ. ഞാൻ പറഞ്ഞു എന്തിനാ ഇങ്ങനെ കഷ്ടപ്പെട്ട് നിക്കണേ? പട്ടിണിയാണെങ്കിൽ ഇവിടെ വന്നിരുന്നോളാം, കുടുംബത്തെ ആളുണ്ടാവൂലേ. ഇതൊക്കെ നിന്നെ പറഞ്ഞിട്ട കാര്യമുള്ളൂ. ഇവനെ ഈ കോലത്തിലാക്കിയത് നീയല്ലേ? അല്ലേ? നീ ആ മീൻകൊട്ടയും ചുമന്ന് ഈ ലോകമൊക്കെ നടക്കുമ്പോ ഞാൻ പറഞ്ഞു നീ വെറുതെ വീട്ടിൽ അടഞ്ഞൊതുങ്ങിയിരുന്നോ, അല്ലെങ്കിൽ അവൻ മടിയനാവും. ഇപ്പൊ എന്തായി? അനുഭവിച്ചോ? ഏട്ടൻ ഇങ്ങനെ കൈവലത്തി ഞാൻ ഇവിടെ പോകും. അല്ലാതെ ഞാൻ എന്ത് പറയുന്ന ശ്യാമളെ? ഒരു കണക്കിനാ ഞാൻ എന്റെ കുടുംബം തള്ളി വെക്കണേ. അതിന്റെ ഇടയ്ക്കാ നിന്റെ ഈ കഥ. ഇതിപ്പോ ഈ ബാങ്കിന്റെ കടം തീർക്കോ അതോ ഇവിടെ കിട്ടിച്ചേർക്കോ? ആ പറഞ്ഞ പോലെ ഇവിടെ കല്യാണം കഴിക്കാൻ നിന്ന് ഒരുത്തണ്ടല്ലോ, പ്യാരി. എന്താ അവന്റെ പേര്? പ്യാരിയല്ലേ? അമ്മാവനോടും അച്ഛനോടും പ്യാരിയേട്ടൻ വീട്ടിലേക്ക് ചെല്ലാൻ പറഞ്ഞിട്ടുണ്ട്. ഞാനില്ല, അച്ഛനായിട്ടില്ല. പ്രേമിച്ച് കല്യാണം കഴിക്കണോടെ ഞാൻ എതിരാ. അത് പണ്ടേ ഞാൻ പറഞ്ഞ, ഞാൻ അതിൽ പെട്ടിട്ട് ഇങ്ങനെ ചൊഴി നടക്കുന്ന ആളാ. എന്റെ അഭിപ്രായത്തിൽ ഒരു കാര്യം ഞാൻ പറയാം. തൽക്കാലം ഇപ്പൊ ആ ബാങ്കിലെ കടം തീർക്കാൻ എന്തെങ്കിലും വഴിയുണ്ടോ നോക്കുക, ഇല്ലെങ്കിൽ ആ ബാങ്കിൽ പോയിട്ട് കുറച്ച് അവധി കിട്ടുമെന്ന് ചോദിക്കുക. അത് വേണ്ടല്ലേ, ബാങ്കിലേക്ക് പോയിട്ടുള്ള കളി വേണ്ട. ബാങ്കിൽ നിന്ന് ഒരു ലോൺ എടുത്തു കഴിഞ്ഞാൽ അത് കൃത്യമായിട്ട് അടച്ചുകൊണ്ടിരിക്കണം. ഇല്ലെങ്കിൽ അതിന്റെ പലിശ കൊണ്ടുപോയിട്ട് അടയ്ക്കണം. അതാണ് പോളിസി, അതാണ് സിസ്റ്റം. അത് ചെയ്യാത്ത ആളുകള്, അതിന് കഴിവില്ലാത്ത ആൾക്കാർ പിന്നെ ആ വഴിക്കേ പോരുതേ. അല്ലയാ ഇപ്പൊ നമ്മള് ബാങ്കിൽ പോയി, നമ്മൾ ഈ വിഷയം അവിടെ ചെന്ന് മാനേജറോട് പറയാണ്. മാനേജർ പറയണു ഗെറ്റ് ഔട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെ മൂടും തട്ടിയിട്ട് ഇങ്ങോട്ട് പോരണം. നാണം കെടും ആ വഴിക്കോണ്ടാ. ഇതിങ്ങനെ വെച്ച് കിട്ടിയിട്ട് കാര്യമില്ല. ഇല്ലാതെ അഭിപ്രായം കേട്ട് ഇവിടെ ചൊറി കുത്തിയിരിക്കാന്നല്ലാണ്ട് ആ ബാങ്കിൽ പോയിട്ട് ആ കാര്യം എന്താണെന്ന് അന്വേഷിക്കാം. പിന്നെ ബാങ്ക് അച്ഛൻ എന്റെ കൂടെ വാ ഇങ്ങോട്ട്. വേണ്ട, ഒന്നും വേണ്ടത്. അതെ, നീ റെഡി ആവുണ്ടെങ്കിൽ റെഡി ആവുക. ശ്യാമളക്ക് കാല് വെള്ള വേഗം എന്നിട്ട് ഉടുപ്പ് മാറ്റാനേ വരണ്ടാന്നേ. നീ വരണ്ട. ചായ എടുക്കാം. ചായ ഒന്നും വേണ്ട, ചായ കുടിച്ചോ. അമ്മായി പോയിക്കോ. അച്ഛന് മഞ്ഞ നിങ്ങൾ എന്ത് പരിപാടി എടുത്തേ? നിങ്ങൾ ആളെ സ്വീപ്പാക്കിന്ന് എന്താണ്? നിങ്ങൾ ആ ചളിയും വെള്ളത്തിന് 100 ഉറുപ്പിക ഉണ്ടെന്ന് പറഞ്ഞേ. 100 ഉറുപ്പില്ലേ? ഈ സമയം വരെ ഞാൻ അതിൽ പെരുതിയായിന്ന് 1 ഉറുപ്പിയില്ല അതില്. അയ്യോ എന്റെ ഉണ്ടിയെ, ആകെ മാറിപ്പോയി. എന്തേ? അത് ഈ ചളിയിലല്ല പൈസ അതിന്റെ അപ്പുറത്തെ ചളിയിലാ. അതിലാണ് ഞാൻ മോന്തയും കുത്തി വീഴാൻ പോയത്. ആ 2 സ്റ്റെപ്പ് വെച്ചതിന്റെ അടുത്തുള്ള ചെടിയാ? ആ ചളി തന്നെ. ഇത് പരിപാടി നേരത്തെ പറയണ്ട, പ്രാന്ത് കളിക്ക് നടത്തും. അളിയാ അളിയാ അല്ല, ഇങ്ങനൊക്കെ വർത്താനം കേട്ടാ തോന്നൂ ഈ ബാങ്കും കായും ഒക്കെ നമുക്ക് ശ്രീധരൻ കിട്ടിയാന്ന്. നമ്മൾ വിചാരിച്ചാൽ ഒന്നും ജപ്തി ഒഴിവാക്കാൻ പറ്റൂല. എന്നാ പോളിയാ എവിടേക്ക്? അല്ലാതെ ഒഴിവാക്കാൻ പറ്റില്ല എന്നറില്ലേ? ഇതിനൊക്കെ മുകളിലും ആളുണ്ട്. ആ മുകളിലുള്ള ആളെ മാത്രം വിചാരിച്ചിട്ടാ ഞങ്ങൾ ഇവിടേക്ക് വന്നത്. അയാൾ വിചാരിച്ച ഒന്നും നടക്കൂല. അയാൾ ഭയങ്കര കർക്കശക്കാരനാണ്. ആര്? ദൈവോ? ദൈവം? ഞാൻ സോണൽ മാനേജറെ കുറിച്ചാണ് പറയുന്നത്. അയാൾ വിചാരിച്ച ഒരു ചുക്കും നടക്കൂല ഇവിടെ. അയാളെന്ന് എനിക്കറിയില്ല. അതെ അളിയാ, ഒന്നും മിണ്ടാണ്ടിരിക്കും. ഇതൊന്നും എന്തെങ്കിലും ഒന്നാക്കട്ടെ.
സാറേ സംഗതിയൊക്കെ ഇത്തിരി പരുങ്ങല്ലാം. ഇതിപ്പോ ഈ കുട്ടിയുടെ കാര്യത്തിന് വേണ്ടി എടുത്താന്നുള്ള സാറിന് അറിയാലോ. സംഗതി ഇപ്പോഴത്തെ പരുവം എന്താന്ന് മനസ്സിലായല്ലോ. എന്താ ഞങ്ങൾ ചെയ്യേണ്ടത്? സാറിന് എന്താ ചെയ്യാൻ പറ്റുക അത് പറയും. അല്ല നിങ്ങൾക്ക് ഇപ്പൊ എന്താ ചെയ്യാൻ പറ്റുക? അതാണ് നിങ്ങൾ നമ്മളോട് പറയേണ്ടത്. ഞാൻ പറയണതേ ഇതിപ്പോ ഒരു മാസത്തേക്കൊന്ന് നീട്ടി കിട്ടാൻ സാറിന് എന്ത് ചെയ്ത് തരാൻ പറ്റും? 1 മാസം കഴിഞ്ഞാലോ? 1 മാസം കഴിഞ്ഞാൽ ആരെടുത്തടയ്ക്കും? എന്റെ കയ്യിലെടുത്തടക്കാൻ പൈസ ഇല്ല, ഞാൻ പറഞ്ഞിട്ടുണ്ട് ആദ്യം. ഒരു 100 വട്ടം ഞാൻ പറഞ്ഞു കൊണ്ടരണ്ടാന്ന്. എന്തിനാ അമ്മ നിന്റെ കൂടെ എന്നെ ഇങ്ങോട്ട് വിട്ടാൽ? ഒറ്റ മിനിറ്റ്, നിങ്ങൾ ഈ അച്ഛനും മോളും ഇവിടെ കുത്തിരുന്ന് അയാളൊന്ന് പിടിച്ച് പുറത്താക്കി. അച്ഛൻ അത് തന്നെയാണ്. ഒരമ്മാവനെ ഈ കുട്ടിയുടെ കൂടെ പറഞ്ഞു വിടണമെങ്കിൽ അതിന്റെ ഗതികേട് എന്താന്ന് സാറിന് ഇപ്പൊ മനസ്സിലായിട്ടാവല്ലോ. മനസ്സിലായി അല്ലയാ, അതൊന്നും ഇപ്പൊ ഇവിടെ പറയണ്ട. വേണ്ടത്ത കാര്യങ്ങൾ എന്തിനാ നമ്മൾ പറയണത്? താന്നും ഉണ്ടായിരിക്കും. അതെ, എന്താ സാർ ഇപ്പൊ ഇതിന് ചെയ്യാൻ? അല്ല, ഇപ്പൊ മൂപ്പര് പറഞ്ഞതുപോലെ ഈ 1 മാസം കഴിഞ്ഞ് ഞങ്ങൾ എന്ത് കാട്ടും? അതിപ്പോ ഞങ്ങള് വല്ല വട്ടിപ്പലിശക്ക് എടുത്ത് അടച്ചു എന്ന് വിചാരിക്കുക. ഇതാപ്പൊ നന്നായത്. ഈ വട്ടിപ്പലിശക്കാരന് പിന്നെ നിങ്ങൾ എങ്ങനെ കായ് കൊടുക്കൂ? കായ് കൊടുത്തില്ലേ അയാൾ വന്ന് നിങ്ങളെ കുത്തിരി പിടിക്കൂലേ? ഓര് വന്ന് നിങ്ങളെ വീടും കുടിയൊക്കെ ജപ്തി ചെയ്ത് കൊണ്ടുപോകും. പിന്നെ ഒരു കടത്തണ്ണെ പോലും നിങ്ങൾക്ക് കിടന്നുറങ്ങാൻ പറ്റൂല. ഇപ്പൊ സാറ് പറഞ്ഞതാണ് പോയിന്റ്. ഇത് ഞാൻ നിങ്ങളോട് വീട്ടിൽ നിന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോ നിങ്ങളാരും കേൾക്കാത്തത് എന്താ? അല്ല, ഇതിന്റെ ഇപ്പൊ ഈ ഉത്തരവാദിത്തം ആരാ? ഞാനാ? ഈ ഇവള് നമ്മുടെ കുട്ടി, ഇത് നമ്മുടെ കുട്ടിയാവണത്. ആ കുട്ടിക്ക് പഠിക്കാനുള്ള കാശില്ലാത്തോ താൻ ഇവിടുന്ന് ലോൺ എടുത്തേ അല്ലേ? മോളെ, കിട്ടുന്ന ശമ്പളത്തിന് ചെറിയൊരു വീതം ഇതിലേക്ക് അടച്ച കുലുമാല് വല്ലതും ഉണ്ടാവേനെയോ? സാറേ, അതിന് 2 വർഷം ആയുള്ളൂ ശമ്പളം കിട്ടാൻ തുടങ്ങിയിട്ട്. നിങ്ങളല്ലേ പറഞ്ഞ 4 വർഷമായിട്ട് ജോലി ചെയ്യാന്ന്? സാറേ, അത് 1 വർഷം ട്രെയിനിങ് എന്ന് പറഞ്ഞാൽ ഞാൻ ഹോസ്പിറ്റലിൽ കയറിയത്. 1 വർഷം കഴിഞ്ഞപ്പോ അവര് പറഞ്ഞു ട്രെയിനിങ് വിജയകരമായി പൂർത്തിയാക്കിയിട്ടില്ല എന്നും പറഞ്ഞു വീണ്ടും 1 വർഷം എന്നെ ട്രെയിനിങ് ആക്കി. ആ സമയത്ത് എനിക്ക് ആകെ 3000 രൂപയെ തന്നോണ്ടിരുന്നേ. എന്താ ട്രെയിനി? എന്താണ്? എന്റെ കുട്ടി നേഴ്സിന്റെ പണി മാത്രം എടുത്താ പോരാ, അവിടെ ഡോക്ടർ പറയണ പണികളൊക്കെ എടുക്കണം. ഒരു ദിവസം ഞാൻ ടൗണിൽ നിൽക്കുക, അപ്പൊ ഉണ്ട് കായത്തിന്റെ സഞ്ചി നോക്കി പിടിച്ചിട്ട് എന്റെ കുട്ടി ഇങ്ങനെ വരുന്നു. എന്താ കുട്ടിയെ എന്താ ചോദിച്ചു. അപ്പൊ എന്താ കുട്ടി പറഞ്ഞറിയോ? ഇത് ഡോക്ടർക്ക് കോഴിമുട്ടൊക്കെ സാധനങ്ങൾ വാങ്ങിക്കാൻ പോവാന്ന്. എന്തിനേ? ഉച്ചയ്ക്ക് ചോറിനാനേ ആസ്പത്രിയിലേക്ക്. ആശുപത്രിയിൽ? സാറേ, ഈ 3000 രൂപ എന്ന് പറഞ്ഞാൽ എനിക്ക് യാത്രാ ചെലവിന് പോലും തികയില്ല 1 മാസം. അതിന് ഞാൻ എങ്ങനെ അടയ്ക്കാനാ? പിന്നെ ഒരു ആലോചന വരുമ്പോ ഈ ജോലിയൊക്കെ ഒരു ഉപകാരത്തിലേക്ക് ആലോചിച്ചിട്ടാണ് പിന്നെ പിന്നാലൊക്കെ നടന്നത്. അതാണ് ഇപ്പൊ ഇങ്ങനെ ആയത്. അതൊക്കെ 2 വർഷം മുമ്പത്തെ കാര്യം. ഇപ്പൊ നിങ്ങൾക്ക് അക്കൗണ്ടിൽ 12,000 രൂപ ശമ്പളം വരുന്നുണ്ട് കാണിക്കുന്നുണ്ടല്ലോ. അതിന്റെ അകത്ത് ഒരു 5,000 രൂപ എടുത്ത് അടച്ചാ പോരെ? സാർ, അത് അക്കൗണ്ടിൽ വരുന്നുണ്ട്. അത് 2012 നഴ്സിംഗ് സംഘടനയും സർക്കാരും കൂടി ഒത്തുതീർപ്പായതാണ്. 8,975 രൂപ നഴ്സുമാരുടെ അടിസ്ഥാന ശമ്പളം. ബാക്കി ആനുകൂല്യങ്ങളൊക്കെ കൂടി ചേർത്ത് 12,000 രൂപ ഞങ്ങളുടെ അക്കൗണ്ടിൽ ഇട്ട് തരികയും ചെയ്യും. പക്ഷെ ഇതിന്ന് വിഡ്രോ ചെയ്ത് 4,500 രൂപ ഞങ്ങൾ വീണ്ടും ഹോസ്പിറ്റലിൽ കൊണ്ട് കൊടുക്കണം. അവിടെ കൊടുക്കണം. അങ്ങനെ കൊടുക്കുമ്പോ നമുക്കിപ്പോ അവർക്കെതിരെ കേസ് കൊടുക്കാൻ പറ്റുമോ? കേസ് കൊടുക്കാനും പറ്റില്ല. കാരണം അക്കൗണ്ടിൽ 12,000 രൂപ വരികയാണല്ലോ. അതിന്ന് പൈസ എടുക്കുമ്പോ ആ പൈസ കൊടുക്കണ്ടെന്ന് വെക്കുക. അത് ഇവിടെ കേൾക്കൂല. എടുത്തു കഴിഞ്ഞാൽ അന്നേരം കൊണ്ടേ കൊടുത്തോളൂ. സാറേ, ഈ ജോലി വിട്ട് വിദേശത്തേക്ക് എങ്ങാനും പോവാന്ന് വെച്ചാല് അതിനും പറ്റില്ല. ബോണ്ട് ഉണ്ടല്ലോ. ബോബോ എന്താണ്? മിണ്ടാതെ നിക്കച്ചാ. ഗൾഫിൽ പോണ പരിപാടി നടക്കില്ല. അതിന് എന്റെ സമ്മതം കിട്ടില്ല. ഞാൻ കൊടുക്കില്ല സമ്മതം. വേറൊരു രാജ്യത്ത് പോയിട്ട് എന്റെ കുട്ടി അടിമപ്പണി ചെയ്യാൻ ഞാൻ സമ്മതിക്കില്ല. എന്റെ സാറേ, അതല്ല. പകുതിക്ക് അവിടുന്ന് നമ്മൾ ജോലി ഇട്ടിട്ട് പോന്ന അവര് എക്സ്പീരിയൻസ് സർട്ടിഫിക്കറ്റ് തരില്ല. ഇനിയിപ്പൊ അതിനെതിരെ ചോദ്യം ചെയ്യാന്ന് വെച്ചാല് അങ്ങനെ ചോദിച്ച 2 പേരെ അവിടുന്ന് പിരിച്ചുവിട്ടു. എന്റെ 2 കൂട്ടുകാരികൾ. അച്ഛനൊന്നും മിണ്ടാതെ നിക്കാമോ? ഇത് പറയുമോ? എന്നിട്ട് അങ്ങനെ പിരിച്ചുവിട്ടാ പിന്നെ വേറെ എവിടെയും നമുക്ക് ജോലിക്ക് കയറാൻ പറ്റില്ല സാറേ. ഈ ഹോസ്പിറ്റൽ മാനേജ്മെന്റുകൾ തമ്മിൽ ഒരു കോർഡിനേഷൻ ഉണ്ട്. അതുകൊണ്ട് ഞാൻ ഒന്നും മിണ്ടാതെ അവിടെ നിക്കണത്. അവരൊക്കെ പാടെ കൂടി ഒരു ചങ്ങലേണേ. അല്ല, ഇതിലിപ്പോ ഒരു കാര്യം ഇപ്പൊ ഞമ്മക്ക് ചെയ്യാൻ പറ്റുന്നത് നിങ്ങൾ എങ്ങനെയെങ്കിലും 1 ലക്ഷം ഉറുപ്പ്യ ഒന്ന് സംഘടിപ്പിച്ച് ഇവിടെ കൊണ്ട് നടക്കും. ഞാൻ വിചാരിച്ച നടക്കില്ല. ഞാൻ വിചാരിച്ച 1 ലക്ഷം ഉറുപ്പ്യ ഉണ്ടാക്കാൻ പറ്റില്ല. ഈ 1 ലക്ഷം ഉറുപ്പ്യ നിങ്ങൾ അടച്ചു കഴിഞ്ഞാല് പിന്നെ ഒരു 4-5 മാസവും നമ്മൾ എങ്ങനെയെങ്കിലും ഒന്ന് ഉരുട്ടാൻ നോക്കാം. സാറേ, ഒരു ഗതിയും പരഗതി ഇല്ലാത്തോണ്ടാണ് ഇപ്പൊ സാറിന്റെ അടുത്ത് ഞങ്ങൾ വന്നിട്ടുള്ളത്. സാറേ, ഞാൻ ഒരു കാര്യം പറയാം. ഇതിനെ ഒന്ന് മിണ്ടാണ്ടിരിക്കണ്ട സത്യജീവ. അല്ല, ഇതതുപോലെയല്ല. സാറിനോടൊരു കാര്യം പറയാണ്. എന്തെങ്കിലും മാർഗം ഉണ്ടെങ്കിൽ ഈ ഒരു ലോണ് ഇടിക്ക് എഴുതി തള്ളാൻ പറ്റുമോ? ഞാൻ പറഞ്ഞ കാര്യം നിങ്ങൾക്ക് മനസ്സിലായല്ലോ. എങ്ങനെയെങ്കിലും വേറൊരു വഴിയില്ലേറ്റാണ് 1 ലക്ഷം ഉറുപ്പ്യ നിങ്ങൾ എങ്ങനെയെങ്കിലും ഇവിടെ കൊണ്ട് നടക്കാൻ നോക്കി. ബാക്കി നമുക്ക് ഒരു 5 മാസം കൊണ്ട് എന്തെങ്കിലും ഞാൻ ചെയ്യാൻ നോക്കാം. ഞങ്ങൾ ഇതൊന്നും ആലോചിക്കട്ടെ സാറേ. ആയിക്കോട്ടെ, ഇൻഷാല്ലാ. ഒരു മിനിറ്റ്. സാറേ, നമ്മുടെ ഈ ബാങ്കിൽ നിന്ന് 2 വീലറിന് ലോൺ കിട്ടുമോ?
വീലറിന് ലോണ്. ഈ ലോൺ എടുത്തത് അടിക്കാൻ പറ്റാണ്ട് അത് എഴുതി തള്ളൂ എന്ന് ചോദിച്ച ആളാണ് നിങ്ങൾ. നിങ്ങളൊന്ന് പോയി മനുഷ്യനെ മണിക്കടിക്കേണ്ട ചെല്ലി. നിങ്ങൾ മനുഷ്യനെ മണിക്കടിക്കേണ്ട ചെല്ലിയത് അളിയല്ലേ, അളിയൻ്റെ കയ്യിൽ പൈസ ഉണ്ട്, അളിയൻ കൊടുത്തോളൂ. അതിനെ പറ്റിയിട്ട് സാറ് വിഷമിക്കണ്ട. അത് നിങ്ങൾ അളിയനും നിങ്ങളും കൂടി തീരുമാനിച്ചിട്ട് വരി കേട്ടോ. അപ്പൊ അത് കൂടെ ചെയ്തു തരണം സാറ്. നിങ്ങളൊന്ന് ചെല്ലി മാസം നിങ്ങള് അതൊക്കെയാണ് വെച്ചിട്ട് പോയിക്കോളി. പറഞ്ഞ കേക്കി വെള്ളം കുടിക്കട്ടോ. വെള്ളമൊന്നുമില്ല ഇവിടെ. അവിടെ പുറത്തെ ടാങ്കിൽ ഉണ്ടാവും വെള്ളം. റബ്ബ് എങ്ങനെയുണ്ട്? പെട്രോൾ ഇല്ലേ? പെട്രോൾ ഞാൻ അടിച്ചാണ് പക്ഷെ പെട്ടെന്ന് നിന്നു പോയത്. ഇങ്ങനെ വരണേലത് ചേട്ടനോ ചവിട്ടി നോക്കിയേ. എനിക്ക് വയ്യ, എന്റെ കാലിന് തീരെ സുഖമില്ല. എനിക്ക് ഒന്നാമത് നെഞ്ഞു വേദന. അത് ശരി. അപ്പൊ വെറുതെ കയറിയത്. ഒരു രക്ഷയില്ല. ഒന്ന് ഞാൻ കയറിയിരിക്കാം, ചേട്ടനൊന്ന് തള്ളിത്താ അപ്പൊ സ്റ്റാർട്ടാവും. എനിക്ക് തള്ളാൻ പറ്റില്ല, എനിക്ക് നെഞ്ഞു വേദന എടുക്കുന്നേ. അപ്പൊ കൈ കാണിച്ച് കേറാൻ ഒരു വയ്യായിക ഉണ്ടായില്ല. ഒന്ന് തള്ളാൻ പറഞ്ഞപ്പോ അയാൾക്ക് പാടില്ലെന്ന്. എനിക്ക് തീരെ സുഖമില്ലാന്ന്. എന്റെ ചേട്ടൻ ഒന്ന് പതുക്കെ കൈ വെച്ചാൽ മതി. ഇത് സ്റ്റാർട്ടായി കഴിഞ്ഞാൽ നമുക്ക് ഒന്നിച്ച് പോകാല്ലോ. എനിക്ക് പറ്റുകയില്ല തള്ളാൻ. അത് ശരി. ഷെഡിക്കാരന്റെ വണ്ടി കൊണ്ടുവന്നിട്ട് ഷെഡിക്കാരന്റെ വണ്ടി ഇയാള് പോയേ? അല്ല, ശരിയാവുന്നുണ്ടെങ്കിൽ എന്നെ ആർന്ന് കയറ്റണേ. കേറ്റ താൻ ചെല്ലി. പ്രായമായി പോയി. അല്ല തണ്ടല് ഞാൻ ഇടിച്ചു പിടിച്ചാന്. ഇതെന്താ സ്കൂട്ടർ ഇപ്പൊ തുഴയാണോ? അല്ല സ്കൂട്ടർ ഇപ്പൊ തുഴയാണോന്ന്. ഇത് നിനക്കെന്താ കുഴപ്പം? എന്താ നീ എന്താണ്? ഞാൻ എത്ര തവണ വിളിച്ചു. ഞാൻ കണ്ടത്. പക്ഷേ ഞാൻ നല്ല തിരക്കിലായി പോയി, എടുക്കാൻ പറ്റിയില്ല. എന്നാ പിന്നെ തിരിച്ചു വിളിച്ചൂടെ? എന്ത് കാര്യത്തിന്? ഇങ്ങനെ ഇരിക്കണേ, ഞാൻ ടെൻഷൻ അടിക്കില്ലേ? അല്ല നീ ഇതിപ്പോ എവിടെ പോയിട്ട് വന്നു? എന്റെ കൂടെ വർക്ക് ചെയ്യണ കാർത്തികയുടെ അടുത്ത് പോയതാ. നഴ്സുമാരുടെ സമരം തുടങ്ങല്ലേ, അതിന്റെ കുറച്ച് മുന്നൊരുക്കങ്ങളൊക്കെയാ. ചേട്ടനറിയാമോ, സുപ്രീം കോടതി വിധി പ്രകാരം 20,000 രൂപ ഞങ്ങക്ക് ശമ്പളം തരണ്ടാന്നേ. അത് ഞങ്ങൾ ഈ സമരത്തിൽ കൂടി മേടിക്കും. എവിടെ മേടിക്കാൻ? എന്താ നിന്റെ വീടൊക്കെ ജപ്തിയാണെന്ന് കേട്ടു, ശരിയാണോ? അങ്ങനെയൊന്നുമില്ല. പിന്നെ അച്ഛനും അമ്മാവനും കൂടി അങ്ങോട്ട് വരാൻ ഒരുങ്ങിയിരിക്ക. എന്തിന്? എന്തിനെന്ന് ചോദിക്കണേ? അന്ന് പറഞ്ഞ കാര്യത്തിന്. എന്ത് കാര്യത്തിന്? നമ്മുടെ കല്യാണ കാര്യത്തിന്. അതിനാണ്. അതിന് ഇവിടെ ഒന്നും വേണ്ട, അത് നടക്കൂല. ഇതെങ്ങനെ പറയണേ? ഇങ്ങനെ പറയണെന്ന് വെച്ചാ അമ്മ സമ്മതിക്കണില്ല നിന്നെ കെട്ടണ കാര്യം പറയാൻ. പിന്നെ അമ്മ സമ്മതിക്കണല്ലോ. അങ്ങനെയല്ല എന്നോട് പറഞ്ഞിരുന്നത്. അമ്മ എന്തെന്നായാലും സമ്മതിക്കും, ഏട്ടന്റെ ഇഷ്ടത്തിന് എതിര് നിൽക്കൂലെന്നൊക്കെ അല്ലേ. അങ്ങനെയാണ് ഞാനും കരുതിയത്. പക്ഷേ നീ നേഴ്സാന്ന് പറഞ്ഞപ്പോ അമ്മയുടെ തരം അങ്ങോട്ട് മാറി. എന്താന്നറിയില്ല. എനിക്കാണെങ്കിൽ അമ്മ മാത്രമല്ലേ ഉള്ളൂ മണ്ടു. ഞാനൊന്ന് അമ്മയെ ഒന്ന് കാണട്ടെ. അയ്യോ അതൊന്നും വേണ്ട, ഇത് നടപടിയാവൂല. ഇതങ്ങനെ പറഞ്ഞ് ഒഴിവാക്കണേല്ലാന്ന് അമ്മ സമ്മതിക്കാഞ്ഞിട്ടാണ്. അപ്പൊ ഇനി എന്ത് ചെയ്യും? എന്തെങ്കിലും നീ ചെയ്യ്, കണ്ണാടിയമ്മന്ന് വിട്ടെ. അതെ എന്നെ വിളിക്കണ്ടാട്ടെ, എനിക്കൊന്നും അറിഞ്ഞൂടെ. സ്ഥലം മോശമില്ല. 75 സെന്റ് സ്ഥലമുണ്ട്. 75 പിന്നെ പിന്നെ ഈ വീടും ഉണ്ട്. വീട് കുറച്ച് പഴക്കമുണ്ട്. അത് നോക്കിട്ട് ഞാൻ വീട് കണക്കി കൂട്ടിയിട്ടില്ല. ചേട്ടാ, ആ കാശിന്റെ കാര്യത്തില് ചെലവാക്കി തരാൻ പറഞ്ഞു. നിങ്ങളെന്തായി പറയണേ? അയാൾ മഹാ കച്ചറയാണേ. പിന്നെ എന്നെ ഒന്ന് കണക്കിലെടുത്താ നിങ്ങളെ കാര്യം ഞാൻ പറ്റില്ല. എന്നാ ഈ വീടിന്റെ വാടകക്കാരെ ഒഴിവാക്കുമല്ല. അതെങ്ങനെ ഒഴിവാണ്? ഹലോ, വീട് താക്കോന്ന് വേഗം കൊടുത്തേക്കണം കേട്ടാ. അല്ല ഈ സാധനങ്ങൾ കേൾക്കി കഴിഞ്ഞാൽ കൊടുക്കാം. പോവാ. ആ മേശം കഴിക്കില്ലല്ലോ. ഇനിയിപ്പോ എവിടേക്കാ എന്നെന്ന്? ശ്യാമളെ, ശ്യാമളെ, നിങ്ങൾ വന്നേണേ. എന്തിനാണ് എനിക്ക് കോഴിയൊന്ന് കൊണ്ടിക്കാല് 100 ആഴ്ച പറഞ്ഞു. ഞാൻ സാധനം വല്ല അരമക്കാർക്ക് കൊടുത്തത്. നമ്മളെ ഈ പുതിയ സ്ഥലത്ത് ചെന്ന് താമസിച്ച് കഴിഞ്ഞാൽ അവിടെ കോഴിക്കോട് ഉണ്ടാക്കാനൊക്കെ സൗകര്യം ഉണ്ടാവോ?
അത് ഒരെണ്ണം മേടിച്ചാൽ മതി, ഉണ്ടാക്കൊന്നും വേണ്ട. വെറുതെ വേണ്ട, ആരെങ്കിലും കൊടുത്തിട്ട് പണി കൊറേ പണി വേനുണ്ട് ഇവിടെ. ഇതെന്തിനാ കോഴീനെ നിങ്ങൾ നോക്കണ എന്തിനാ? 15 കോഴി ഉണ്ട്, അത് അങ്ങനെ കടക്കാർക്ക് അങ്ങനെ വെറുതെ കൊടുക്കാനും പറ്റുമെന്ന് പണ്ടാണെങ്കിൽ തീരുന്നല്ലേ ഇപ്പൊ എന്താ പ്രശ്നം? ഈ സാധനങ്ങൾ കേക്ക് വെക്കണ്ട. ഈ ഗ്യാസ് കൊണ്ട് എനിക്ക് ഒറ്റ കയറ്റി വെക്കാൻ പറ്റുമോ? ആ മേശ കിടക്കുന്നു, അത് വെക്കാൻ പറ്റുമോ? ഈ സാധനം വെക്കണ്ടേ? എന്നാ പിന്നെ ഇതാണ് പറഞ്ഞാൽ മതി. നീ 6:30 മണിക്ക് തുടങ്ങിയ പണിയാണ് മനുഷ്യൻ. നിന്റെ ഞാങ്ങൾ ഇട്ടുണ്ടല്ലോ, നേരെ വെളുക്കുമ്പോ ഈ വണ്ടി വിളിപ്പിട്ടുണ്ട് പോക്കുമ്പോ ഇതല്ലേ ഇവിടെ ഇത്ര പണിയുണ്ട്. ഈ സമയത്തല്ലേ ഒരാളുടെ സഹായം വേണ്ടത് അല്ലേ? അതെ, വണ്ടിക്കാശ് നിങ്ങക്ക് ലാഭമായി കിട്ടി, അത് കൊണ്ടുവന്ന കാരണം അത് പറയരുത്. ആ വലിയ സഹായി പോയി ഒരു അനിയന്റെ, ഭയങ്കര സഹായി പോയി. നിങ്ങളുടെ വീട്ടുകാരൊക്കെ എവിടെ? എന്റെ വീട്ടുകാരെ മാത്രം അങ്ങനെ പറയേണ്ട കാര്യമൊന്നുമില്ല. എവിടെ നന്നായിട്ട് വെക്കാൻ എന്റെ അച്ഛനെ അമ്മേനെ കൊണ്ട് വിളിച്ചോ ഈ സാധനങ്ങൾ വെച്ചേ. വെറുതെ വർത്തമാനം പറഞ്ഞോണ്ട് നിൽക്കുകയാണല്ലേ? അത് നിങ്ങൾ രണ്ടാളും കൂടിയിട്ട് ഇങ്ങനെ വർത്തമാനം പറഞ്ഞു കഴിഞ്ഞാൽ ഈ സാധനങ്ങൾ അതിന്റെ മുകളിലേക്ക് കേറുവോ? നീ രാവിലെ ഈ വണ്ടിട്ടുണ്ട് ഇവിടുന്ന് ഒരു പോക്കുമ്പോഴല്ലേ ഇത്രയും സാധനങ്ങൾ ഇവിടെ കയറ്റം. 6 മണിക്ക് വന്നിട്ട് ഈ സാധനം ഇവിടെ കയറ്റണല്ലേ? വാടകയായിരിക്കും. ഇങ്ങോട്ട് വരാൻ തീരുമാനാക്കണ ഈ സാധനങ്ങൾ കയറ്റുകൊണ്ടുവിടുന്നു. എനിക്ക് വയ്യ, വാടക കയറ്റിക്കോ. എന്താ എനിക്ക് വയ്യ? എന്താ എന്റെ കാലോണ്ട് വയ്യാതെ, കാല് ഉളുക്കിരിക്കാണ്. എന്റെ കൈക്ക് വയ്യ, നിങ്ങളുടെ കാലും നേരൊക്കെ റെഡിയാകുമ്പോ പറയാൻ. നിങ്ങൾ വാശിയും കളിച്ചോണ്ടിരിക്കാതെ വന്ന് സാധനങ്ങൾ അങ്ങനെ എന്റെ കൈക്ക് വയ്യാന്നേ. അളിയാ, നിനക്ക് ഈ സാധനങ്ങൾ ഇവിടെ കയറ്റി പോണ്ടേ? അല്ല ഞാൻ ചോദിക്കട്ടെ, എനിക്ക് ഒരാൾക്ക് നടക്കാൻ വേണ്ടിട്ടാ ഈ വാടക പറഞ്ഞ്? അതെ, നിന്റെ പെങ്ങളെന്റെ കൂടെ വന്നിട്ടാണ് കൂടി മനസ്സിലാക്കിയോ? വല്ലാത്തൊരു യോഗാണ് എന്റെ യോഗന്റെ ദൈവമേ. ഇങ്ങോട്ട് പോരാ, പിടിക്കാൻ കുട്ടികളെ പോലെ ഒലക്ക നേരെ പോകുന്നു. 4 മണിയാകുമ്പോ അവിടെ വീട്ടിൽ കഴിച്ചില്ല. അതാണ് മേളുണ്ടാക്കിന്റെ എന്താ കാര്യം? ഒറ്റയ്ക്ക് കയറ്റി വെക്കുമ്പോഴാണ് ഇങ്ങനെ ആയി പോണത്. അല്ലെങ്കിൽ ഒരു ഓർഡറിന് വെക്കുന്നതാണ്. അവള് നിന്റെ പെങ്ങൾ കോഴിയുടെ പിന്നാലെ നിൽക്കാം. ആ മേശ നിന്നോട് ഞാൻ കയറ്റാൻ പറഞ്ഞിട്ടല്ലേ ഇവിടുന്ന് പോയത്? ആ അങ്ങനെ പറ്റേ. ഞാൻ ഒരാൾ ഈ മാച്ച കയറ്റാൻ നല്ലോണം പൊങ്ങും. ഈ മാച്ച കയറ്റാൻ നിന്നപ്പോഴാണ് നീ സൂത്രം കാണിക്കുമ്പോൾ ഇറങ്ങിയത് അല്ലേ? അതെങ്ങൾക്ക് രണ്ടാൾക്കും കൂടിയിട്ടുണ്ടെങ്കിൽ ആ മേശയുടെ ഉള്ളിൽ കയറ്റാൻ എന്താ ഇത്ര വലിയ പാട്? കത്തിയ ഒരാളും 2 ആളും വിചാരിച്ചാ മാച്ച കാണില്ല. 4 ആള് വേണം, അറ്റ്ലീസ്റ്റ് 3 ആള്. ഞാൻ മേശ പറ്റാ കിടക്കേ വല്ലാത്തൊരു വലത്തിലാണ്ട നിങ്ങളുണ്ട്. വീട് പണിതെന്താണ് എളുപ്പമില്ല. 5-8 വർഷമായി ഞാൻ ഈ പണിയാൻ വേണ്ടിട്ട്. എന്റെ കാല് ഒളുക്കിയിരിക്കാണ്. ഈ കാല് ഒളുക്കിയ കാലം കൊണ്ട് ഞാൻ ഈ മേശ പിടിക്കാതെ നിൽക്കട്ടെ? അതിന് ഞാൻ അന്നെ വിളിക്കുമ്പത്തിന് അനക്ക് ഇപ്പഴും വള്ളി പൊട്ടി കാര്യങ്ങളുള്ളൂല്ലേ? ഇതൊന്നും പിടിക്കരുത്. അപ്പൊ ഓത്തരന്ന് കിട്ടില്ല പിടിച്ചേ ഒന്നിങ്ങേ എന്റെ കാട്ടിന് ഒന്നിക്ക് ആ പിടിക്കേ വെറുതെ മുക്കിന്റെ അല്ലേ പൊങ്ങിക്കുന്നത്. എന്താ എന്താ എന്ത് അവിടെ പിടിച്ചോ. ഇന്നിപ്പോ സ്ഥലം മാറ്റി ഇന്നത്തെ ഞാനും ഒറ്റ എടുക്കാണ്ട് പോകണ്ട. എവിടെ പിടിച്ചു പോ. എന്താണോ പൊക്ക്? അവിടെ കരങ്ങളുണ്ടെന്ന്. എവിടെ? അല്ല ഇവിടെ ഇങ്ങനെ അവിടെ അങ്ങനെ. അപ്പൊ നടക്കില്ല, നടക്കില്ല. എങ്ങനെ കൊണ്ടുപോകുന്നത്? എന്റെ പൊന്നളിയ ഒരു 10-500 ഉറുപ്പ്യ കൊടുത്ത് ആരെങ്കിലും വന്നിട്ട് ഈ സാധനം കഴിച്ചിട്ട് എനിക്ക് വെച്ച് തരും. ഈ പൈസ അങ്ങനെ ചുരുട്ടി കൂട്ടി കയ്യിൽ വെച്ചാൽ എന്താ കാര്യം? ദേവനെടുത്ത് കൊടുക്കുന്നു ഞാൻ സത്യം നീ പറയുന്നത്. ഞാൻ പണിയെടുത്തിണ്ടാക്കണേ. നല്ലോണം നേരത്തെ വല്യാപ്പഴ എത്തിയെന്ന് ചൊല്ലുണ്ട്. പണിയെന്നെ ചങ്ങാതി ഇന്നലെ തുടങ്ങിയ പണിയാ. അന്ന് 6 മണിക്ക് സാധനങ്ങൾ കയറ്റാൻ പറ്റില്ല. അപ്പൊ രാവിലെ വണ്ടിട്ടുള്ള പോകുമ്പോഴാ എന്താണ് സത്യശീലം കൂടി എടുത്ത് കയറ്റിക്കൂടെ? ഇനി എന്ത് കയറ്റാനുള്ള ഇനി ബാക്കി? ചായ ഒന്നും വേണ്ട. ഇനിയിപ്പോ ചായ ചോറക്കാൻ കുടിക്കണം. വാ. അല്ലോ അത് നടക്കൂലേ? പിടിച്ചിക്കാണ്. ഊരെ പിടിച്ചിട്ടേ മിഞ്ഞാന്ന് രാത്രി പിടിച്ചതാ. ആരും പിടിച്ചേ
ഊരമ്മ പിടിച്ചാൽ ഉളിക്കതേ ഞാൻ ആകെ പ്രശ്നമാവും. വിളിക്കത് ഒന്ന് പിടിച്ചാൽ ഒറ്റ കുഴപ്പമില്ല ഒറ്റ പിടിച്ചാൽ അല്ല ശ്യാമളേച്ചിയുടെ ഈ സാധനങ്ങളെല്ലാം ഇനി എടുത്തു മാറ്റണം. ഇതൊക്കെ ഇത് നമ്മൾ മാറ്റി വെച്ചേക്കിട്ടാ. പിന്നെ മൊയ്ത് വന്നില്ലേ? എന്തിനു വേണം? ഇതൊക്കെ എന്തിനാക്കണേ? അത് നമുക്ക് കഥ അടിച്ചു പിന്നെ ആ നിങ്ങള് പോയാലും എപ്പോഴാ വരിക? നിങ്ങൾ എപ്പോഴാ വരിക? പിന്നെ ഇങ്ങോട്ട് വരണ എന്തിനാ? പിന്നെ ഇങ്ങോട്ട് വരേണ്ട ആവശ്യം വെച്ചേ. ആ നിങ്ങൾ അങ്ങനെ പറയണ ആൾക്കൂട്ടത്തിന്ന് ഒരു ലോൺ എടുത്തിട്ടുണ്ട്. നിന്റെ പേരിലാ ലോൺ എടുത്തിക്കണ്. അപ്പൊ അതാണ് കാര്യല്ലേ? ലോൺ എടുത്തിട്ടില്ല നിങ്ങള്? ലോണప్పుడు തന്നാ പോലെ 1200 രൂപയുള്ള മാസം. അതങ്ങ് തരും കൃത്യമായിട്ട്. ഇനി അഥവാ ഞാൻ ഇച്ചിരി വൈകിട്ടുണ്ടെങ്കിൽ നീ അതങ്ങ് കയ്യിൽ ഇട്ടേക്കണം. ഞാൻ കാണുമ്പോൾ തന്നാ പോലെ. ചേച്ചി 1200 റുപ്യന്റെ അല്ല, നിങ്ങൾ അത് തരാൻ പറ്റി വരുമല്ലോ. അപ്പോഴെങ്കിലും എനിക്കൊന്ന് കാണാമല്ലോ. അല്ലെങ്കിൽ നിന്നെ കാണാതിരിക്കും ഞാൻ. എന്റെ ആകെയുള്ള കൂട്ടുകാരിയല്ലേ നീ? അല്ല നിങ്ങൾ പോയ വിളിക്കുക തന്നെ. ഞാനിനി എവിടെ പോണതാ പുറത്തല്ലേ? നമ്പറൊക്കെ മാറ്റി കളയോ? പിന്നെ ഞാനങ്ങ് ഗൾഫിലേക്കാണല്ലോ പോണത്. നമ്പർ മാറ്റൊന്ന് പോവേണം. നമ്മുടെ കമ്പ്യൂട്ടർ കൂടെ ബുക്ക് ചെയ്തു. അതല്ലേ ചേച്ചി, നിങ്ങൾ പോണെന്ന് പറയുമ്പോഴേ നോക്ക്, എന്റെ മറ്റുന്നൊരു ആന്തലാണെന്ന്. എന്തിന് പിന്നെ കാലാകാലങ്ങളിൽ എനിക്ക് ഇവിടെ കിടക്കാൻ പറ്റുമോ? ചേച്ചി ഇതൊക്കെ ഏതിലിടാ? ഇത് ഇവിടെ നീലവൊക്കെ ഉണ്ടായിരുന്നു. നമുക്ക് ആ ബക്കറ്റിലോട്ട് ഇതില്ലേ? സ്പൂണൊക്കെ ഇതിലിടട്ടെ? പിന്നെ അഴിഞ്ഞു പോയി. കഷ്ടാണ് ദൈവമേ. ഇതെന്റെ നടു പിടിക്കുള്ളൂ. കോഴി ശീകളേട്ടാ, ആ കോഴി പിന്നെ അഴിഞ്ഞു പോയി. തലക്കൊന്നും കൊടുക്കാൻ വയ്യാ നിനക്ക്. നമ്മളെ പോയി അവിടെ നിൽക്കട്ടെ. ഇതിപ്പോ കേട്ടില്ലെങ്കിൽ ആ കയറ്റിറക്ക് തൊഴിലാളികൾ വന്നിട്ട് നിങ്ങൾക്ക് ചാർജ് ഇടൂ. കേട്ടല്ലേ? ആ കേറ്റെന്ന് പറഞ്ഞാൽ എത്ര നേരം ഇത് കേട്ടാൻ തുടങ്ങിയിട്ടില്ല. കേട്ടിട്ടുണ്ടല്ലോ. പോയിനെ തലയിൽ കഞ്ഞുച്ചിങ്ങി വന്നാൽ മതി, തലിങ്ങി പോയിക്കോ. അത് പിടിക്കില്ല പോ. അത് പിടിക്കില്ല. ഞാൻ ക്ഷണിച്ചു. എനിക്ക് ചായ വേണം. പോയി ചായ ഉണ്ടാക്കാം. ആ ഒരു നല്ല തീരുമാനം. ചായ ഇവിടെ എങ്ങനെ ഇടാനാ? ഞാൻ ഗ്യാസ് കൂരി എടുത്തു. അല്ലോ നീ ഇപ്പൊ എന്തിനും ഗ്യാസ് ഒഴിയിട്ട് ഇവിടെ ഈ പണിയൊക്കെ ഒരു ഗ്ലാസ് വെള്ളം കുടിക്കണ്ടേ? അപ്പൊ എനിക്ക് അടുക്കളയിൽ ഇറങ്ങണ്ടേ? എന്റെ പണികളൊക്കെ പിന്നെ നിങ്ങൾ വന്നെടുക്കോ? ഓലപ്പൊടി കത്തിച്ചുണ്ടാക്കണേ. പിന്നെ ഈ പെരുമഴയൊക്കെ ഓലയൊക്കെ അങ്ങനെ ഇരിക്കല്ലേ നനഞ്ഞു ചീഞ്ഞത്. ഇനിയിപ്പോ ഒരു ചായ വെള്ളം കുടിക്കാൻ എന്താ കടയിൽ നിന്ന് മേടിക്കണം. അതെ അളിയൊക്കെ ചായ എടുക്കാൻ പറ്റില്ല കേട്ടോ. നമുക്ക് ആ ജോസഫിനെ വീട്ടിൽ പോയിട്ട് കുടിച്ചിട്ട് വരും. അത് ചായ വേണോ? എനിക്ക് വേണ്ട, നിങ്ങൾ പോയി കുടിക്കണോ? ചായ വേണമെങ്കിൽ വന്നോ. എന്നാണേ ഈ മേശം കൂടി പിടിച്ചിട്ട് പോയാ പോരെ. എടുത്തേക്കാം. ബാക്കി ചെറുതൊക്കെ എടുത്തോളൂ. വരാം. ഏതാ വിളവെന്നറിയാ ഈ ജാതി നാക്കാണ്. പറഞ്ഞ ഒരക്ഷരം തിരിയില്ല. നിർത്തൂല്ല. ആളൊരു തണുപ്പനാന്ന് നമുക്ക് മനസ്സിലായി. ആ മേശതാ. ആ മേശ ആദ്യം ആ മേശ പിടിച്ചിട്ടിട്ട് മതി ബാക്കി സാധനങ്ങൾ എന്ന് പറഞ്ഞാണ്. കേക്കണ്ടേ? കേട്ടില്ല. വണ്ടിയിലാണ് സാധനം കൊണ്ടുപോകണം. എന്താ അളിയനാണത്? അവൻ നമ്മുടെ ഒരു വാക്ക് പറഞ്ഞില്ല. പറയുന്ന പൈസ പോലെ. അതെ ഉടക്കിട്ട് മാക്സിമം മേടിക്കാതെ മേടിച്ചോളൂ. സ്ഥലം മാറി പോണേണ്.
ആരോട് ചോദിച്ചിട്ടാണ് ഈ സാധനങ്ങളൊക്കെ ഇട്ട് വണ്ടി കയറുന്നത്? ആരോട് ചോദിച്ചിട്ടാണ് ഈ സാധനങ്ങളൊക്കെ ഇട്ട് വണ്ടി കയറുന്നത്? എന്താ ചോദിച്ചാൽ നമ്മുടെ വീട്ടിൽ നിന്ന് നിങ്ങള് വീട് മാറി പോവാണ്. അതെ, ഈ സാധനം കയറ്റാനും ഇറക്കാനാണ് ഞങ്ങൾ യൂണിയൻകാർ ഇവിടെ ഉള്ളത്. അത് ഒരു പിടി സാധനങ്ങളുള്ളൂ. അതൊന്ന് ഷിഫ്റ്റാക്കുമ്പോ നമ്മള് സാധനങ്ങൾ ഇട്ട് കയറ്റണ്ടേ? ആക്കിക്കോന്ന്, അതിനെ സഹായിക്കാനാണല്ലോ ഞങ്ങൾ വന്നത്. അല്ല, ഇതിപ്പോ നമുക്ക് പുറത്തുനിന്ന് ആള് വിളിക്കാനുള്ള സാധനങ്ങളില്ല. അതുകൊണ്ടാണ് ഇപ്പൊ ഞാൻ ഒരു കാര്യം പറഞ്ഞേ, നമ്മള് വീടിന്റെ ഉള്ളിലേക്ക് വണ്ടി കഴിച്ചിട്ടുണ്ട് സാധനങ്ങൾ കയറ്റാൻ വീട്ടുകാർക്ക് ഒരു അവകാശം ഉണ്ടല്ലോ. നിങ്ങളെ അവകാശവും നിയമമൊന്നും ഞങ്ങളെ പഠിപ്പിക്കണ്ട. ഇത് ഞങ്ങളുടെ ജോലിയാണ്, ഞങ്ങളാണ് ചെയ്യേണ്ടത്. അതെ, ഞാൻ തർക്കിക്കാൻ പറഞ്ഞല്ല, തർക്കിക്കല്ല. എന്തപ്പോ നിങ്ങളുടെ ആവശ്യം എന്നാ? ചേട്ടനെ ഒറ്റക്കാണ് ഈ അലമാരിയൊക്കെ എടുത്തതിന്റെ പുറത്ത് കയറ്റിയത്? അത് ഞാനും എന്റെ ഭാര്യയും പിന്നെ അടിയനും ഉണ്ടായിരുന്നു. ഏത് മോന് മൊയ്ത് അവര് അയൽപക്കക്കാരെ അവർക്ക് വരില്ല. നാട്ടുകാരെയൊക്കെ വിളിച്ചിട്ട് തനിക്ക് കയറ്റാനുള്ള പരിപാടിയാണത്. അതെ, നിങ്ങളെ ആർക്കില്ലാത്ത പറ്റാനൊന്നും പറയണ്ട. നിങ്ങളുടെ ആ കാര്യം എന്താണെന്ന് പറയും. ഇതിപ്പോ കയറ്റിയതൊക്കെ കയറ്റി ഞങ്ങളുടെ പൈസ എത്ര പൈസ നിങ്ങളെ? എത്ര? 4000. എത്ര? 6000. നിങ്ങൾ എന്തെങ്കിലും ഒന്ന് പറയും. എന്താ സംഭവം? ഞങ്ങളെ പൈസ 5000 രൂപയാണ്. 5000 രൂപ ഈ സാധനം കഴിച്ചല്ലേ? നടക്കും ചേട്ടാ. എന്റെ പൊന്ന് ചേട്ടാ, ഞങ്ങളുടെ തൊഴിൽ നഷ്ടപ്പെട്ടിട്ടുണ്ട്. ഞങ്ങൾക്ക് ഞങ്ങളുടെ പൈസ കിട്ടാതെ ഞങ്ങൾ ഈ വണ്ടി മുമ്പോട്ട് എടുക്കാൻ സമ്മതിക്കില്ല. നിങ്ങളൊരു മാന്യമായിട്ടുള്ള ഒരു കാര്യം പറയണെങ്കിൽ എനിക്ക് അത് മനസ്സിലാക്കാൻ പറ്റും. ഇത് 5000 ഒരു വീട് ഷിഫ്റ്റ് ചെയ്യണേന് 8000 രൂപയാണ് ഞങ്ങൾ ഇത് അങ്ങനത്തെ വീടല്ലേ ഞങ്ങൾ വാടകയ്ക്ക് താമസിക്കണതാ. വാടകക്കാണ്, എല്ലാരും വാടകക്കും ഒക്കെ ആയിട്ടാണ്. പട്ടണത്തിൽ നിൽക്കണ്ട. നിങ്ങൾക്ക് ഞാൻ പറയാം, ഞാൻ എന്റെ ഒരു മര്യാദ ഞാൻ പറയാതെ നിങ്ങൾ പേടിച്ചിട്ടൊന്നല്ല. എന്റെ ഒരു മര്യാദ ഞാൻ പറയാം. ഞാനൊരു 750 റുപ്യാണ്. അതെ, വലിയ വർത്താനൊന്നും ഞങ്ങൾ പിച്ചക്കാശിനൊന്നും അല്ല കേട്ടോ. അതെ, നമുക്ക് വലിയ തർക്കത്തിലോട്ടൊന്നും പോകാം. വഴക്കിട നമുക്ക് ഇഷ്ടമല്ല. നമുക്ക് താല്പര്യ. ചേട്ടൻ പുള്ളിനെ കണ്ട മന്മഥൻ എന്ന പേര്. എടഞ്ഞ വെറും കച്ചറയാണ് അയാള്. ചേട്ടൻ എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടായിട്ട് പിന്നെ ഇത് മാറ്റി പറയരുത്. നിങ്ങൾ ഈ കാര്യം എന്തായാലും പറയും ചേട്ടൻ. നമുക്ക് ചേട്ടൻ ഒന്നും കൂടി അടുപ്പിച്ച് പറ, എന്തെങ്കിലും പറഞ്ഞ് സെറ്റിൽ ചെയ്ത് ഞങ്ങൾ പോകും. അടുപ്പിച്ചെന്ന കാര്യം പറഞ്ഞു. 750 റുപ്യ ഞാൻ തരാം. 750 രൂപ നടപടി ആവൂല, വണ്ടി പോകൂല. വേറെ കാര്യം പറയാം. മാറ്റം ഒരു ദിവസത്തെ ഒരാളുടെ കൂലി ഞാൻ തന്നെ 850 റുപ്യ തരാം. നിങ്ങൾക്ക് അത് ഇത് പറ്റില്ല. ചേട്ടനല്ല നിശ്ചയിക്കണേ, ഇതിന് ബോർഡിൽ കൂലി നിശ്ചയിച്ചിട്ടുണ്ട്. ചേട്ടൻ അതൊന്ന് അടുപ്പിച്ച് പറ, ഞങ്ങള് ശല്യം ഉണ്ടാക്കാതെ പോകും. അതെ, ഞാനിപ്പോ ഒരു തർക്കത്തിലേക്കല്ല. ഇതിപ്പോ അതിന്റെ ആവശ്യമൊന്നുമില്ല. നമ്മള് വീട്ടിൽ നിന്ന് സാധനങ്ങളായിട്ട് അതിന്റെ ആവശ്യമില്ല. എന്നാലും ഞാൻ പറയാണ്, ഒരു 1000 റുപ്യാണ് തരും. 1000 രൂപ എന്തുട്ടുണ്ടാക്കാം? 1000 രൂപക്ക് എന്ത് ചെയ്യണ്ട. നിങ്ങൾ ചെയ്യണ്ടേ? ഹലോ ചേട്ടാ, ഒരു കാര്യം മനസ്സിലാക്കാം. ലോക കച്ചറയാണ്. അതൊക്കെ അതിനിപ്പോ ഞാൻ ഒരു കാര്യം, ഈ സാധനം കൊണ്ടുപോകണല്ലോ. നമുക്കത് ന്യായമായിട്ട് നിങ്ങൾ ഒരു കാര്യം ചെയ്ത് 4500 രൂപ. നിങ്ങൾ എന്ത് ഈ സാധനങ്ങൾ കഴിഞ്ഞാൽ കാശ് അവനും കൊടുക്കണമെന്ന്. അതെ, ഇത് ഞങ്ങള് ചെയ്യേണ്ട പണി ഞങ്ങളെ അറിയിക്കാതെ നിങ്ങൾ ഇത് കയറ്റിയില്ലേ? ആരും ഇത് വീട്ടു സാധനങ്ങൾ കഴിഞ്ഞാൽ അവകാശം വീട്ടുകാർക്ക് എന്റെ ചേട്ടാ, വീട്ടു സാധനങ്ങൾ നിങ്ങൾ ഒറ്റക്കല്ലേ കയറ്റി? നാട്ടുകാരെയൊക്കെ മുഴുവൻ വിളിച്ചിട്ടല്ലേ കയറ്റിയത്? ഒരുപാട് അങ്ങനെയിട്ടും കൂടി പേടിപ്പിക്കല്ലേ ഞങ്ങളെ? ഇന്നലെ ഞങ്ങൾ കാണാൻ തുടങ്ങിയതല്ല. ചേച്ചി നിങ്ങൾ കാര്യം ചേച്ചിയും കുച്ചിനൊന്നും വിളിക്കണ്ട. ഞങ്ങൾക്ക് ഞങ്ങളുടെ പൈസ കിട്ടാതെ ഈ വണ്ടി കൊണ്ടുപോകാൻ പറ്റൂല. നിങ്ങൾക്ക് കൊണ്ടുപോകാൻ പറ്റില്ലെങ്കിൽ കൊണ്ടുപോകുന്ന കാര്യം നമുക്ക് കാണാനല്ലോ. നീ പിന്നെ ഈ പെണ്ണുമ്പിള്ളേടെന്ന് പറഞ്ഞിട്ട് കാര്യം. പത്രോസേട്ടാ, ഇവര് പൈസ ഇല്ല, ഇയാൾ കച്ചറ ഉണ്ടാക്കിയാണ്. ആ ഷാനമോനെയും ബൈജൂനെ ഒക്കെ ആയിട്ട് ഇങ്ങോട്ട് വാ. ഇവിടെ സീനാണ്, സീൻ ഉണ്ടാക്കിയാണ്. എല്ലാരും വാ, നടക്കൂല. ഞങ്ങൾ ഒരുപാട് അങ്ങനെ പേടിപ്പിക്കണം. ഇതൊക്കെ നിയമവും കോടതി പോലീസൊക്കെ ഉണ്ടല്ലോ. പിന്നെ പോലീസ് വന്നാ പിന്നെ നിങ്ങളുടെ സൗകര്യത്തിന് പോകാൻ നിങ്ങൾ നിങ്ങളുടെ വഴി നോക്കിയാൽ ഞങ്ങൾ പോലീസ് വരും കളി കാര്യമാവും. മൂക്കിൽ നിങ്ങളെ പേടിപ്പിക്കുന്നില്ല. ഞങ്ങൾ സാധനങ്ങൾ വലിയ കഥ പറയണ്ട. സത്യശീല, വണ്ടി ലോഡ് കയറ്റി പോണ ആളല്ലേ? നിനക്ക് അറിഞ്ഞൂടെ ഇത് യൂണിയൻകാരെ പണിയാണെന്ന്? എന്റെ പൊന്നു മന്മഥ, ഇത് വേറെ 4 കസാര മേശല്ലേ? ഏടോ സത്യം, ഇങ്ങനെ എല്ലാരും പറഞ്ഞ് ഞങ്ങൾ എങ്ങനെ ജീവിക്കും? അതും കൂടി പറ. നിങ്ങളുടെ നാട്ടിലെത്തുമ്പോ ഞങ്ങൾ കാര്യമില്ലല്ലോ. ഇത് വീട്ടില് വണ്ടി കഴിച്ചിട്ടല്ലേ സാധനം? ഞങ്ങളുടെ പണിയാണ്. നിങ്ങളുടെ പണിയാന്ന് ഒരു 2000 കൊടുക്ക്. നീ
നീ കൊടുക്കോ ബാക്കി അതിനോട്ട് നീ കൊടുക്കോ. ആരും ഞാൻ കൊടുക്കാൻ തോന്നു. നീ കൊടുക്കോ. എന്നാ കയ്യിലെന്നാ പിന്നെ എന്ത് പറ്റാനും പറഞ്ഞു നീ ആരും കൊടുക്കാൻ നീ